വണങ്ങുന്നേൻ കരുണാമയേ വണങ്ങുന്നേൻ കരുണാമയേ. തുടങ്ങാല്ലേ? ഒന്നുകൂടി ഗുരുവിനെ സ്മരിച്ചിട്ട് തുടങ്ങാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ ദേവിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ദേവിയെക്കുറിച്ചെന്നല്ല ഏത് ദേവതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ആദ്യം നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കാം. ഭാഗവത മഹാത്മ്യത്തിൽ 3-ാം അധ്യായത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട്, അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേർദ്ദുജ യഥാ വിദാസനകുല്യ സരസസ്യു സഹസ്രശ. ഒരു വലിയ നദി, അതിന് ധാരാളം കൈവഴികളുണ്ടാകും അല്ലേ? ഇതേപോലെയാണ് ഈശ്വരന് അവതാരങ്ങൾ എത്രയാണ് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അസംഖ്യമാണ്. അവതാരാഹി അസംഖ്യേയ. എപ്പോഴാണോ സമയം ആവശ്യമായി വരുന്നത്, ഭഗവാന്റെ ആവശ്യം, ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കേണ്ട അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ ഭഗവാൻ എപ്പോഴും പ്രകടമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദേവിക്ക് 9 അവതാരങ്ങൾ മാത്രമേ ഉള്ളൂ, ദശാവതാരങ്ങൾ മാത്രമേ ഭഗവാൻ നാരായണൻ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ ബുദ്ധിയിൽ ഉറപ്പിച്ചു വയ്ക്കാൻ പാടില്ല. ഏത് സമയത്തും ഏതു രീതിയിൽ വേണമെങ്കിലും അവതരിക്കുവാനുള്ള കഴിവ് ഭഗവാനുണ്ട്. പിന്നെ ഇവിടെ 9 ദിവസങ്ങൾ നമ്മൾ നവരാത്രിയായി അനുഷ്ഠിക്കുന്നത്, 9 ദിവസങ്ങൾ ദേവി മഹിഷാസുരനുമായി യുദ്ധം ചെയ്തിരുന്നു. 10ാമത്തെ ദിവസമാണ് വിജയം കൈവരിച്ചത്. അവിടെ ദേവി നവദുർഗാ സങ്കല്പം പല രൂപങ്ങളെ സ്വീകരിച്ചു ഈ അസുരന്മാരെ വധിക്കുന്നതിന് വേണ്ടി. എന്ന് കരുതി ദേവിക്ക് കേവലം ഈ 9 രൂപങ്ങൾ മാത്രമല്ല, ഇനിയും എത്ര രൂപങ്ങൾ വേണമെങ്കിലും സ്വീകരിക്കുവാൻ ദേവിക്ക് സാധിക്കും. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളല്ല, ഇന്നലെയും ഇനിയൊന്നും പറയുന്ന ക്ലാസ്സിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതിന് ഉത്തരം അറിയുമെങ്കിൽ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ. അതിലാദ്യത്തെ ചോദ്യം, എന്താണ് ഈ മനസ്സ്? അതെ, വളരെ ശരിയാണ്. മനസ്സെന്നാൽ ചിന്തകളാണ്. ഒന്നുകൂടി ശരിയായ നിർവചനം ശങ്കരാചാര്യസ്വാമികൾ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ പറയുന്നത് സങ്കല്പ വികൽപാത്മികം മനഃ എന്നാണ്. ഒരു കാര്യം സങ്കല്പിക്കുക, എന്നിട്ടത് ചെയ്യാതിരിക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നു നാളെ ഞാൻ എന്തായാലും ആ കല്യാണത്തിന് പോകുമെന്ന്. പക്ഷെ നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ മനസ്സ് പറയും, എന്തോ കാരണം ഇന്ന് പോകണ്ട, അതാ നല്ലത് തോന്നും, ശരീരത്തിന് വയ്യ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആദ്യം ഈ മനസ്സ് തീരുമാനിക്കുന്നു. എന്നിട്ട് ആ ചെയ്യാനുള്ള സമയമാകുമ്പോൾ അത് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ചെയ്യേണ്ട കാര്യത്തിൽ നിന്നും മനസ്സ് മാറുന്നുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നത്, ഈ മനസ്സെന്നത് ഈശ്വരനിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നത് എന്താണോ അതാണ് ഈ മനസ്സ്. മനസ്സിൻ്റെ ശക്തി എത്ര കാലത്തോളം നമ്മിൽ പ്രബലമായിരിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് ഈശ്വരനിലേക്ക് എത്തുവാനുള്ള ദൂരവും കൂടുതലായിരിക്കും.
കാരണം മനസ്സ് ഒരിക്കലും നമ്മളെ ഏകാഗ്രമായിരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് സങ്കല്പ വികല്പാത്മികം മനഃ എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത്. ഈ ബുദ്ധിയുടെ നിർവചനം എന്താണ്? നിശ്ചയാത്മിക ബുദ്ധി. ബുദ്ധിയുടെ പ്രത്യേകത, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഞാൻ എന്തായാലും ചെയ്യുമെന്ന ഉറച്ച തീരുമാനമെടുക്കാനുള്ള കഴിവ് അത് മനസ്സിനല്ല ഉള്ളത്, അത് ബുദ്ധിക്കാണ്. അതുകൊണ്ട് ബുദ്ധിയുടെ നിർവചനം നിശ്ചയാത്മിക ബുദ്ധി എന്നാണ്. ഇനി ഹൃദയത്തിന് 4 അറകളുള്ളതുപോലെ ഈ മനസ്സിന് 4 അവസ്ഥകളുണ്ട്. അതാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതെല്ലാം ഒരു മനുഷ്യനിൽ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും വികാരത്തിന് അടിമയാകുമ്പോൾ അവിടെ നമ്മുടെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ദൃഢമായ നിർണയം നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മുടെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാര്യത്തെ വേർതിരിച്ചറിയുവാൻ നമുക്ക് ബുദ്ധിയാണ് വേണ്ടത്. മനസ്സ്, ബുദ്ധി, ചിത്തം. ചിത്തം എന്നാൽ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളുടെ ഒരു ശേഖരമാണ്. ആ ഓർമ്മകളാണ് ഈ ചിത്തം. അഹങ്കാരം എന്നത് ഞാൻ എന്ന ഭാവം. അതാണ് ഒരു മനുഷ്യൻ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ ഈ അഹങ്കാരം നിലനിൽക്കും. ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഈ അഹങ്കാരം എന്ന ചിന്ത മനുഷ്യന് എപ്പോഴും പ്രബലമായിരിക്കും. അങ്ങനെ ഈ 4 തരം ചിന്തകളുള്ള ഈ മനസ്സാണ് നമ്മെ ലക്ഷ്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ലക്ഷ്യമെന്നാൽ ഈശ്വര സാക്ഷാത്കാരം. അതുകൊണ്ട് ഏത് നിമിഷമാണോ ഈ മനസ്സ് പൂർണ്ണമായും അലിഞ്ഞു ചേരുന്നത്, ആ നിമിഷം നമുക്ക് ഈശ്വരനെ ദർശിക്കുവാനും സാധിക്കും. ഈ മനസ്സിനി എവിടെയാണ് അറിയാൻ സാധിക്കുക? ഒരു നദിയാണെങ്കിൽ സമുദ്രത്തിലാണ് അറിയുന്നത്. അതുപോലെ ഈ മനസ്സ് എവിടെ നിന്നാണോ പ്രകടമായത് അവിടേക്ക് തന്നെ ഈ മനസ്സിന് അറിയുവാനും സാധിക്കും. ബോധത്തിൽ നിന്നുമാണ് പ്രകടമായത്, അതുകൊണ്ട് ബോധത്തിലേക്ക് തന്നെ അറിയണം. പ്രപഞ്ച ഊർജത്തിൻ്റെ ആദിശക്തിയായ പ്രാണനും ഈ ബോധ ഊർജവും കൂടി സംഗമിക്കുമ്പോഴാണ് ഈ മനസ്സെന്നൊരു പ്രതിഭാസം രൂപപ്പെടുന്നത്. മൈൻഡ് ഈസ് റിയലി ആൻ ഇല്യൂഷൻ. മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും കാലം മാത്രം. എത്ര കാലം മാത്രം? ഈ മനസ്സ് പൂർണ്ണമായും ബോധത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിൻ്റെ അസ്തിത്വം അവിടെയില്ല. അതുകൊണ്ട് നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന യോഗികളെ നിങ്ങൾ ദർശിച്ചു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സാധാരണ മനുഷ്യനും നിർവികൽപ്പ സമാധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ മനുഷ്യനും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? ഇന്നലെ വരെ ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു നമ്മളെങ്കിൽ ഒരേയൊരു തവണ നമ്മൾ നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അറിയുവാനായി ഈ ലോകത്തിൽ യാതൊന്നും തന്നെ അവശേഷിക്കില്ല. വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻ അതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് അതിലേക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരു സമ്മതപത്രം വേണം. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രസിഡന്റ് എഴുതി കൊടുക്കണം. പക്ഷേ അദ്ദേഹം ആ സമ്മതപത്രം എടുക്കാൻ മറന്നു. സമ്മതപത്രം ഉണ്ടെങ്കിലേ അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അങ്ങനെ ട്രെയിനിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മന്ത്രിയുമായി വിവേകാനന്ദ സ്വാമിജി സംസാരിക്കുക. ഒരു ബ്രിട്ടീഷ് മന്ത്രിയാണ്. വെറും ഒരു 10 മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈ മന്ത്രിക്ക് മനസ്സിലായി ഇയാളൊരു പ്രൊഫസറായിരുന്നു. ഈ മന്ത്രി ഞങ്ങളെപ്പോലെ ഒരു 100 പ്രൊഫസറേക്കാൾ അധികം അറിവ് ഈ കാവി ധരിച്ച മനുഷ്യനിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന അത്ഭുതത്തോടുകൂടി വിവേകാനന്ദ സ്വാമിജിയുടെ അപാരമായ കഴിവും പ്രതിഭയും ഒന്നുകൊണ്ട് മാത്രം യാതൊരു പത്രമോ സമ്മതപത്രമോ ഇല്ലാതെ അദ്ദേഹത്തെ അതിൽ പ്രവേശിപ്പിച്ചു. വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ്. അതാണ് വ്യത്യാസം. ഒരു സാധാരണ മനുഷ്യനും തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ തീവ്രമായ ഇച്ഛയോടെ പ്രയത്നിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. സയൻസ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ 15 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുള്ള അമ്മമാരാരെങ്കിലും ഉണ്ട്? 15 വയസ്സ്. സയൻസ് ഗ്രൂപ്പാണോ അവരെടുത്തത്? അതെ. എന്തേ ഇപ്പോൾ ഇവിടെ വരാതിരിക്കാനുള്ള കാരണം? ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. എത്തുന്നേഴും ശരി. സയൻസ് ഗ്രൂപ്പ് എടുത്താൽ നമുക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ബോർ മോഡൽ, ആറ്റത്തിൻ്റെ ബോർ മോഡൽ പഠിക്കുമല്ലോ. അതിൽ ആറ്റത്തിൻ്റെ ഒരു സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. അതിന് ചുറ്റും ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. ബ്രഹ്മാണ്ടത്തിൽ എന്താണോ ഉള്ളത് അതൊരു മനുഷ്യൻ്റെ ശരീരത്തിലും ഉണ്ട് എന്നതിൻ്റെ തെളിവാണിത്. ഏറ്റവും സെൻട്രൽ പോസിറ്റീവ് ചാർജായ ന്യൂക്ലിയസ്, അതിന് ചുറ്റും നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ സൗരയൂഥത്തെ എടുത്തു നോക്കൂ. നടുവിൽ സൂര്യനാണ്, ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു.
ഇനി ആറ്റം എവിടെയാണുള്ളത്? നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സെൽസുകളും നിർമ്മിച്ചത് ആറ്റം കൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിലും സോളാർ സിസ്റ്റത്തിലും കാണുന്ന അതേ നിയമം നമ്മുടെ ശരീരത്തിനകത്തെ ചെറിയൊരു സെല്ലിലും നിൽക്കുന്നുണ്ട്. ഇതേപോലെയാണ് ബ്രഹ്മാണ്ട ശക്തിയായ മഹാകുണ്ടലിനിയാണ് നമ്മുടെ ശരീരത്തിലും കുണ്ടലിനി ശക്തിയായ മൂലാധാര ചക്രത്തിൽ വസിക്കുന്നത്. എന്താണോ ബ്രഹ്മാണ്ടത്തിലുള്ളത് അത് ഈ മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല. ഇപ്പോൾ ഈ നിമിഷം നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? ഈ ദേവി മഹാത്മ്യം മുഴുവൻ ഒന്ന് ഞാനെടുത്ത് ഓടിച്ചു നോക്കി. ഇതിൽ മുഴുവൻ പറയുന്നത് ഈ ദേവിയും മഹിഷാസുരനും തമ്മിലുള്ള യുദ്ധമാണ്. പിന്നെ നാരായണൻ സ്തുതി വരുന്നുണ്ട്, യാ ദേവി സർവഭൂതേഷു 11-ാം അധ്യായം. പക്ഷേ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നു? ദേവി മഹാത്മ്യം നമ്മൾ മുഴുവൻ വായിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് കാര്യമായ അറിവൊന്നും അതിന് പ്രാപ്തമാകില്ല. കഥ കേട്ട് ആസ്വദിക്കാം, രസിക്കാം എന്നേ പറ്റും. കഥാരൂപത്തിലാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത്. അതിൻ്റെ തത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആഴത്തിൽ ഉപനിഷത്തിലേക്ക് ഇറങ്ങി ചെല്ലുക തന്നെ വേണം. കാരണം ഈ കഥയിൽ തത്വം കൂടി വ്യക്തമായി എടുത്തു പറയാൻ ഋഷിക്ക് സാധിച്ചിട്ടില്ല. തത്വം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് ഈ പുരാണങ്ങൾ രചിക്കുന്നതിന് മുമ്പ് വേദവ്യാസ മഹർഷി രചിച്ചത് വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ്. എന്താണ് ആദ്യം പുരാണങ്ങൾ രചിക്കാതിരുന്നത്? കാരണം പുരാണങ്ങളിലെ കഥ മാത്രം കേട്ടുപോയാൽ മനുഷ്യൻ കഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. കഥയ്ക്ക് പിന്നിലുള്ള തത് കഥാസുതു വേദ അർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. പുരാണങ്ങളിലെ ഓരോ ശ്ലോകങ്ങളിലും വേദ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കതിനു മുമ്പ് കുറച്ച് അറിവ് എന്തായാലും ഉണ്ടായിരിക്കണം. മനസ്സെന്താണെന്ന് പഠിച്ചു. സങ്കല്പ വികൽപാത്മികം മനഃ. ഇനി നമ്മളെ ഏറെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ശബ്ദമാണ് മോഹം. എന്താണ്? മലയാളത്തിൽ നമ്മൾ മോഹം എന്ന ശബ്ദത്തിന് ആഗ്രഹം, ഇഷ്ടം എന്നാണ് പറയുന്നത്. എന്നാൽ സംസ്കൃതത്തിൽ മോഹം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം പൂർണ്ണമായും വ്യത്യാസമാണ്. സംസ്കൃത ശബ്ദത്തിൽ ഇങ്ങനെയാണ്, മുഹ്യതേ അനേന ഇത് മോഹ എന്നാണ്. മുഹ്യത എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മെ തളർത്തുന്നത്, ദുർബലമാക്കുന്നത്, ഏതു തരം ചിന്തകളാണോ നമ്മുടെ മനസ്സിൽ അശാന്തിയും ദുഃഖവും സൃഷ്ടിക്കുന്നത്, അതാണ് മോഹം. അതിനർത്ഥം ദുഃഖം ഒരു മോഹമാണ്, ക്രോധം നമ്മളെ തളർത്തിയാൽ അതും ഒരു മോഹമാണ്, ഭയം, എല്ലാവിധ ദുർബല ചിന്തകളെയുമാണ് ഇവിടെ മോഹം എന്ന സംസ്കൃത ശബ്ദത്തിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സും മോഹവും. അതുകൊണ്ടാണ് ഈ ആദിശക്തി മനുഷ്യനെ മോഹം എന്ന വലയത്തിൽ കുരുക്കിയിടുന്നത്. ഈ മനസ്സ് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ പറഞ്ഞു നമുക്ക് ഈശ്വരനെ ദർശിക്കുവാൻ പ്രയാസമായി. കാരണം മനസ്സ് മോഹത്തിൽ അടിമപ്പെട്ടാൽ നമ്മെ ലക്ഷ്യത്തിൽ നിന്നും മാറ്റി നിർത്തും. അതുകൊണ്ട് ആദിശക്തി, മഹാമായ, ശ്രീ ദുർഗ, ലക്ഷ്മി, സരസ്വതി ഇവരെല്ലാം ഒരേ ശക്തിയുടെ പ്രകടിത രൂപമാണെങ്കിലും ഈ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മായയെ അതിജീവിച്ചുകൊണ്ട് ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും. മഹാഭാരത യുദ്ധസമയത്ത് 18 ദിവസമായിരുന്നു ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്നു. അപ്പോൾ അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും കൂടി ഭീഷ്മ പിതാമഹൻ്റെ സമക്ഷം ചെന്നു. അർജുനൻ നോക്കുമ്പോൾ ഭീഷ്മ പിതാമഹൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. അർജുനൻ കരുതി പാവം ഭീഷ്മ പിതാമഹൻ ഇത്രയും വലിയൊരു അനുഷ്ഠാനവും യോഗിയായിട്ടുകൂടി എന്തേ ഈ പിതാമഹൻ മോഹമെന്ന മായയിൽ അകപ്പെട്ട് ദുഃഖിക്കുന്നത്? അദ്ദേഹം സാധാരണ മനുഷ്യനല്ലല്ലോ. അതുകൊണ്ട് സാധാരണ മനുഷ്യർ മായയിൽ അകപ്പെടുന്നത് പോലെ ഭീഷ്മ പിതാമഹൻ മായയുടെ വശത്തിൽ അകപ്പെട്ട് ദുഃഖിക്കുകയാണ് എന്ന് അർജുനൻ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, നോക്കൂ കൃഷ്ണ, എൻ്റെ പിതാമഹൻ ഇതായിരുന്നു കരയും, അതിന് കാരണം എന്താണ്? ഭീഷ്മർ അർജുനനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹേ അർജുന, ഞാൻ കരയുന്നത് മോഹം കൊണ്ടല്ല. എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണിൽ ഈ കണ്ണുനീര് കാണാൻ ഒരു കാരണമുണ്ട് അർജുന. അതിന് കാരണം ഇതാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെയാണ്. എന്നിട്ടും ഈ കൃഷ്ണനെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല. ഈവൻ എനിക്ക് പോലും സാധിച്ചിട്ടില്ല. അർജുന, നീ കൃഷ്ണനെ കാണുന്നത് കേവലം നിൻ്റെ ഒരു സുഹൃത്തായിട്ട് മാത്രമാണ്. പക്ഷേ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ നിൻ്റെ സമക്ഷം ഉണ്ടായിട്ടും ആ ഭഗവാനിൽ നിന്നും വേണ്ട അറിവ് പ്രാപ്തമാക്കി അതിനെ നിൻ്റെ 5 സഹോദരന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഭഗവാൻ കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നിട്ടുകൂടി യുധിഷ്ഠിരൻ ഒരു തവണ കള്ളം പറഞ്ഞല്ലോ മഹാഭാരത യുദ്ധത്തിൽ. ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിട്ട് കൂടി നിങ്ങൾ പാണ്ഡവന്മാർ
പൂർണ്ണമായും കൃഷ്ണനെ പ്രയോഗിച്ചുകൊണ്ട് ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത്. ശരിയാണ്, ഭഗവാൻ കൃഷ്ണൻ്റെ മക്കൾ കൂടി നോക്കും. കൃഷ്ണൻ പറയുന്ന രീതിയിലല്ല ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനും ഒരു ഉപദേശം നൽകിയിരുന്നു, അർജുനന് ഗീതോപദേശം നൽകിയതുപോലെ. പക്ഷേ എന്നിട്ടും കൃഷ്ണൻ്റെ വാക്കുകൾ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. ഈ സന്ദർഭത്തിൽ ഭഗവാൻ കൃഷ്ണൻ നേരെ യുധിഷ്ഠിരനെ ഭീഷ്മപിതാമഹൻ്റെ സമക്ഷം കൊണ്ടുപോയി. ഭീഷ്മരുടെ വാക്കുകൾ, ഭീഷ്മപിതാമഹനാണല്ലോ വിഷ്ണു സഹസ്രനാമം നിർദ്ദേശിക്കുന്നത്, അതിലൂടെയാണ് യുധിഷ്ഠിരൻ്റെ മനസ്സിൻ്റെ ശ്രദ്ധ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന്, താൻ കള്ളം പറഞ്ഞിട്ടാണ് ഈ യുദ്ധം ജയിച്ചത് എന്നൊരു കുറ്റബോധത്തിൽ നിന്നും ചെറുതായി ഒന്ന് മാറി നിന്നത്. ഇതാണ് സ്വയം ഭഗവാൻ ഒരു പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായാൽ കൂടി നമുക്കൊരു പക്ഷേ ഒന്നും പ്രയോജനമായി ഇത് വരില്ല. എന്തുകൊണ്ടാണത്? കാരണം നാം കൃത്യനിഷ്ഠമായ അനുഷ്ഠാനമില്ലാത്തതുകൊണ്ടാണ്. വിവേകാനന്ദ സ്വാമികൾ ഒരു കാര്യം കൂടി പറയും, 1 ounce ഓഫ് പ്രാക്ടീസ് ഈസ് ഫാർ ബെറ്റർ ദാൻ 100 pounds ഓഫ് തിയറി. ഒരേ ഒരു തവണ നമ്മൾ ആത്മാർത്ഥമായി അനുഷ്ഠാനം ചെയ്യുന്നത് ഒരു 100 തവണ പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കുന്നതിനേക്കാൾ നമുക്ക് ഗുണം ചെയ്യും. ശരിയാണ്, എത്ര തവണ നമ്മൾ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാലും നമുക്ക് പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടുള്ള അറിവ് ലഭിക്കും. അത് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യും. ഈ വായിച്ചു നേടുന്ന അറിവും അനുഭവിച്ചറിയുന്ന അറിവും തമ്മിൽ വ്യത്യാസമാണ്. അനുഭവിച്ചറിയുന്ന അറിവ് നേടുക എളുപ്പമല്ല. അതിന് കുറേ കഠിനമായ സാധനാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ എളുപ്പം എന്താണ്? പുസ്തകം വായിച്ച് അറിവ് നേടുക. എന്നാൽ അതിലൂടെ ഒരിക്കലും നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കില്ല. വായിച്ചറിഞ്ഞാൽ നമുക്ക് പണ്ഡിതനാവാൻ സാധിക്കും, പക്ഷേ ആത്മജ്ഞാനിയാവാൻ സാധിക്കില്ല. ആത്മജ്ഞാനി ആവണമെങ്കിൽ പ്രത്യക്ഷമായി ഈശ്വരനെ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇന്നലെ നമ്മൾ 2-ാം അധ്യായം വരെയാണ് കണ്ടത് ദേവി മഹാത്മ്യത്തിലെ. ആരാണ് സുരതരാജാവിന് ഈ ദേവി മഹാത്മ്യത്തെ പറഞ്ഞു കൊടുക്കുന്നത്? മാർക്കണ്ഡേയ മഹർഷി. മഹിഷാസുരൻ ആ യുദ്ധം നമ്മൾ അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. മധുകേടവ വധം അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വരുന്നത് മഹിഷാസുര സൈന്യവും മഹിഷാസുരനെയും വധിക്കുന്നതാണ്. മഹിഷം എന്നത് തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ്. മഹിഷാസുരൻ എന്നാൽ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലുള്ള തമോ ഗുണം. ആ തമോ ഗുണം നമ്മൾ എപ്പോഴും പുറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇനി മഹിഷാസുരനെ വധിക്കുവാൻ ദേവകളും ഗന്ധർവന്മാരും എല്ലാവരും കൂടി ത്രിമൂർത്തികളെ സമീപിച്ചപ്പോൾ ഈ ത്രിമൂർത്തികളുടെയും സകല ദേവന്മാരുടെയും തേജസ്സിൽ നിന്നും ഒരു ഊർജം പ്രകടമാവുകയാണ്. അതിതേജസ്സായൊരു ഊർജം. ആ ഊർജം ക്രമേണ ഒരു നാരീ രൂപം സ്വീകരിക്കുന്നു. ത്രിമൂർത്തികളിൽ നിന്നും എല്ലാ ദേവന്മാരിൽ നിന്നും വരുന്ന പ്രകാശത്തിൽ. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകും, ദേവി ദേവന്മാരിൽ നിന്നും പ്രകടമായതാണോ എന്ന്. അല്ല, ദേവി തന്നെയാണ് സകല ദേവന്മാരിലും കുണ്ടലിനി ശക്തിയായി വർത്തിക്കുന്നത്. എപ്പോഴാണോ ഈ ദേവിക്ക് പ്രകടമാകേണ്ടത്, ദേവി തന്നെയാണ് ദേവന്മാരിലെ ശക്തി. അതുകൊണ്ട് ദേവി തന്നെ ആ ദേവന്മാരിൽ നിന്ന് പ്രകടമാകും. ദേവിയെ സൃഷ്ടിച്ചത് ദേവന്മാരല്ല, ദേവി തന്നെ അവിടെ പ്രകടമാവുകയാണ്. ഭഗവാൻ വിഷ്ണു ആയാലും ശരി, ദേവന്മാരായാലും ശരി, പരമശിവനായാലും ശരി, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കുണ്ടലിനി ശക്തിയുടെ രൂപത്തിൽ വസിക്കുന്നത് ആദിശക്തി തന്നെയാണ്. ആ ദേവി ഒരു നാരീ രൂപത്തിൽ പ്രകടമായി. ആ ദേവി ഈ യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ജയില് ചെയ്യുന്നത് മന്ദഹാസവും അട്ടഹാസവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. മന്ദഹാസം ശാന്തമായ അവസ്ഥയിലുള്ള പൂജ. ഇവിടെ ദേവിയുടെ അട്ടഹാസമാണ് കേൾക്കുന്നത്. എന്തിനാണ് ദേവി ഇങ്ങനെ അട്ടഹസിക്കുന്നത്? അത് നമ്മൾ അനുഭവിച്ചാൽ മനസ്സിലാവും. അത് ദേവിയുടെ അനന്തമായ ഊർജത്തിൻ്റെ ചെറിയൊരു അംശത്തിൻ്റെ പ്രകടനം മാത്രമാണ് ദേവിയുടെ ഈ അട്ടഹാസം. ഈ അട്ടഹാസത്തിലൂടെ പർവ്വതങ്ങളും സമുദ്രങ്ങളും എല്ലാം ഇളകി മറിഞ്ഞ് ദേവിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അസുരന്മാർ ഭയഭീതരാവുകയാണ്. ഇനി നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങൾ തന്നെ ഒന്ന് ആത്മാർത്ഥമായി സാധന അനുഷ്ഠിച്ചു നോക്കും. അപാരമായ ശക്തി നമ്മുടെ ശരീരത്തിൽ പ്രകടമാവും. തീർച്ചയായിട്ടും പ്രകടമാവും. ശരീരത്തിനും മനസ്സിനും നമ്മൾ സങ്കല്പിക്കാൻ സാധിക്കാത്തതായ ഊർജം പ്രകടമാവുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഊർജത്തെ ഈ ശരീരത്തിൽ ധരിക്കുവാനുള്ള ശക്തി ഈ മനുഷ്യനില്ലെങ്കിലും ശരീരം തകർന്നു പോകും. അതുകൊണ്ട്
തപസ്സനുഷ്ഠിച്ചുകൊണ്ട് രൂപപ്പെടുന്ന ശക്തിയെ ധരിക്കുവാനുള്ള ശേഷി മനസ്സിനും ശരീരത്തിനും ഉണ്ടാകും. ഇവിടെ ദേവിക്കത് രണ്ടും ഉണ്ടായിരുന്നു. സ്വന്തം ശക്തികളെ ധരിക്കുവാനും ആവശ്യമുള്ള സമയത്ത് ശക്തികളെ പ്രകടമാക്കുവാനും ആവശ്യമുള്ള സമയത്ത് ശക്തികളെ വീണ്ടും തന്നിലേക്ക് വലിക്കുവാനുമുള്ള ശക്തി ഇവിടെ ദേവിയുണ്ട്. ഈ കാര്യം പറയുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വന്നു വരും. രാവണനെ കേട്ടിട്ടില്ലേ? രാവണൻ ഭഗവാൻ പരമശിവന്റെ ഏറ്റവും വലിയ ഭക്തനായി രാവണൻ അറിയപ്പെട്ടിരുന്നു. ശിവതാണ്ഡവ സ്തോത്രം രചിക്കുന്നതും ഈ രാവണൻ തന്നെ. രാവണൻ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. പക്ഷേ എവിടെയാണ് ഈ രാവണന് തെറ്റ് സംഭവിച്ചത്? വലിയ പണ്ഡിതനായിരുന്നു രാവണൻ. സംഭവിക്കുന്നത് ഇതാണ്: രാവണൻ തപസ്സനുഷ്ഠിച്ച് സിദ്ധികളും എല്ലാം പ്രാപ്തമാക്കിയിരുന്നു. പക്ഷേ രാവണന് ഒരേ ഒരു അനുഭവം പ്രാപ്തമായിട്ടില്ല. ഭക്തനായിരുന്നു രാവണൻ, ശരിയാണ്. പക്ഷേ ശിവനും ഞാനും ഏകമായ സത്യമാണ്, അല്ലെങ്കിൽ ശിവനിൽ നിന്നാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാനും ശിവനും വ്യത്യാസമില്ല, തത്വമസി എന്ന ആ ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ മാത്രം രാവണന് സാധിച്ചില്ല. രാവണൻ്റെ ഭക്തി ശുദ്ധമായിരുന്നുവെങ്കിലും ഒരേ ഒരു അറിവ് അതിൽ ഇല്ലായിരുന്നു. ആത്മാവും ഞാനും ഒന്നാണ് എന്ന ഒരു അനുഭൂതി മാത്രം രാവണന് ലഭിച്ചില്ല. എന്നാലോ എല്ലാവിധ അദ്ഭുത സ്ഥിതികളും പ്രാപ്തമാണ്. അതുകൊണ്ടാണ് രാവണൻ ഒരവസരത്തിൽ വീണ്ടും ഇത്രയും വലിയ ഭക്തനായിരുന്നിട്ട് കൂടി തൻ്റെ പഴയ ആസുരിക സ്വഭാവത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ഋഷി പറയുന്നത് ഇവിടെ ഏതൊരു മനുഷ്യനായാലും ശരി, മനുഷ്യനോ ദേവനോ അസുരനോ, തപസ്സനുഷ്ഠിക്കുകയാണെങ്കിൽ, സാധന ചെയ്യുകയാണെങ്കിൽ, എവിടെയാണോ നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി കണ്ണടച്ച് പത്മാസനത്തിലോ എങ്ങനെയിരുന്നു ഒരു 10 മിനിറ്റ് ശരീരം അനക്കാതെ മനസ്സിനെ ഏകാഗ്രമാക്കി എല്ലാ ദിവസവും തപസ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ തപസ് ശക്തിയായി പ്രകടമാകും. ആ ശക്തി മനസ്സിലും ശരീരത്തിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ അമിതമായ ഉത്സാഹത്തോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വീണ്ടും മോഹത്തിൽ അകപ്പെട്ടു പോയാൽ, ശ്രദ്ധിക്കൂ, ഈ ശക്തി പ്രകടമാകുന്നത് കുണ്ടലിനി ഓരോ ചക്രങ്ങളെ വേദിക്കുമ്പോഴാണ്. പക്ഷേ അബദ്ധവശാൽ നമ്മൾ വീണ്ടും മായയുടെ വലയത്തിൽ അകപ്പെട്ട് ഈ ശക്തികളെ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഈശ്വരദർശനം നമുക്ക് സാധിക്കില്ല. ഇനി ഋഷി തന്നെ പറയുന്നു, ഈ സമാധി എന്ന അവസ്ഥയെ കൈവരിക്കുവാൻ നമുക്ക് 2 വഴികളുണ്ട്. ഒന്ന്, കുണ്ടലിനി ശക്തിയെ മൂലാധാര ചക്രത്തിൽ ഉറക്കി നിർത്തി തന്നെ സമാധിയെ കൈവരിക്കാം. മറ്റൊന്ന്, കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ട് തന്നെ സമാധിയെയും കൈവരിക്കാം. പക്ഷേ ഈ 2 മാർഗങ്ങളും തമ്മിൽ ദർ ഇസ് മാർക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ. എടുത്തു പറയേണ്ട 2 വ്യത്യാസങ്ങൾ. എന്താണ് വ്യത്യാസം? ഒരു ജ്ഞാനയോഗി ജ്ഞാനയോഗത്തിൻ്റെ പാതയിലൂടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിലെ ആഗ്രഹം ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതു വസ്തുവിലാണോ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത്, അതിലും വലിയൊരു സന്തോഷം കണ്ടെത്തുവാനുള്ള മാർഗം ഈ മനസ്സിന് പ്രാപ്തമായാൽ ചെറിയ വസ്തുവിലുള്ള സന്തോഷം മനസ്സ് സ്വാഭാവികമായും ഉപേക്ഷിക്കും. ഒരു ഐഫോണും ആൻഡ്രോയിഡ് ഫോണും ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? ഫ്രീ ആയിട്ട് തരികയാണ്. ആപ്പിൾ വേണോ അതോ സാധാരണ മൈക്രോമാക്സിൻ്റെ ഫോൺ വേണോ? നമ്മൾ ആപ്പിളായിട്ട് തരുന്നത്. ഇതുപോലെ വലിയൊരു സന്തോഷം മനസ്സിന് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ചെറിയ സന്തോഷങ്ങളെ ഉപേക്ഷിക്കും. ഇവിടെ ഒരു ജ്ഞാനയോഗി ചെയ്യുന്ന ഇതാണ്, തൻ്റെ ധ്യാനത്തിലൂടെ മനസ്സിനെ കംപ്ലീറ്റ് പ്രവൃത്തിരഹിതമാക്കും. മനസ്സിൽ ഒരു ചിന്തകളും കടന്നു വരാത്ത തരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് തപസ്സിലൂടെ സമാധിയിലേക്ക് കൈവരും. പക്ഷേ ഇവിടെ അദ്ദേഹം കുണ്ടലിനി ശക്തിയെ സ്പർശിക്കുന്നതേയില്ല. അപ്പോഴും കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കും. ഒരു പൂർണ്ണമായ ധ്യാനയോഗിക്ക് ദുർബലമായ ശരീരവും ഉണ്ടാകാം. ധ്യാനയോഗിക്ക് ദുർബലമായ ശരീരവും ഉണ്ടാകാം. എന്തുകൊണ്ട്? ധ്യാനയോഗി ശ്രദ്ധിക്കുന്നത് തൻ്റെ മനസ്സിനെ മാത്രമാണ്. അത്രയും വേണ്ടു നമുക്ക് വാസ്തവത്തിൽ. ഈശ്വരനെ ദർശിക്കണമെങ്കിൽ നമുക്ക് കഠിനമായ ഹഠയോഗമൊന്നും ആവശ്യമില്ല. കേവല പൂർണ്ണമായ ഭക്തി മാത്രം മതി, നിഷ്കളങ്കമായ ഭക്തി മാത്രം മതി. പക്ഷേ നമ്മൾ ശരീരത്തെയും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. പക്ഷേ ഭൂരിഭാഗം പേരും ശരീരത്തെ ശ്രദ്ധിക്കാതെ ശ്രദ്ധ മുഴുവൻ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ശരീരം സമയത്തിന് മുമ്പ് രോഗം ബാധിച്ചു വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു മാർഗമുള്ളത്,
ഈ ഹഠയോഗികൾ ചെയ്യുന്നത്, അവർ കൂടുതൽ ശ്രദ്ധ ശരീരത്തിന് കൊടുക്കും. എന്തിനാണ് ശരീരത്തിന് ശ്രദ്ധ കൊടുക്കുന്നത്? കാരണം ഇവരുടെ ലക്ഷ്യം കുണ്ടലിനിയെ ഉണർത്തുക എന്നതാണ്. ഇനി ഇത് ശ്രദ്ധിക്കും. അഥവാ നമ്മൾ കുണ്ടലിനി ശക്തി ഉണർത്തി എന്ന് വിചാരിക്കും, നമുക്ക് സമാധി കൈവരിക്കാൻ പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇത് മൈൻഡ് വിൽ എൻ്റർ ഇൻടു സമാധി. കുണ്ടലിനി ശക്തി ഉണർന്നു കഴിഞ്ഞാൽ സമാധി കൈവരിക്കാൻ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. ഒരു ഹഠയോഗിയുടെ ലക്ഷ്യം ഇതാണ്. കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ട് തന്നെ സമാധി കൈവരിച്ചാൽ നമുക്ക് ചില ബോണസുകൾ കൂടി അത് നൽകി. ആ ബോണസുകളാണ് അഷ്ടമഹാസിദ്ധികളും 32 ചെറിയ സിദ്ധികൾ. അപ്പോൾ നമുക്ക് ഞാൻ ഏത് പാത തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് ആവശ്യം? നമുക്ക് ഇവിടെ ഈശ്വര ദർശനം മാത്രമാണ് ആവശ്യമെങ്കിൽ ഭക്തിയോഗം മാത്രം മതി. ജ്ഞാനയോഗത്തിലൂടെ മാത്രം ഈശ്വരനെ ദർശിക്കാം. അതല്ല നമുക്ക് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ അമാനുഷികമായ കാര്യങ്ങൾ കാണിക്കണമെന്നോ അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, സിദ്ധികൾ നേടുന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിന് കുണ്ടലിനി യോഗം തന്നെ വേണം. അതിലൂടെ നമുക്ക് സിദ്ധികൾ ലഭിക്കും, മോക്ഷപ്രാപ്തികൾ ലഭിക്കും. കുണ്ടലിനി യോഗത്തിലൂടെ സാധന ചെയ്ത് സിദ്ധി കൈവരിക്കുന്ന ഒരു യോഗിക്ക് ഈശ്വര ദർശനവും പ്രാപ്തമാകും, സിദ്ധികളും പ്രാപ്തമാകും. എന്നാൽ ധ്യാനയോഗത്തിലൂടെ മനസ്സിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സാധന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രാപ്തമാകുന്നത് ഈശ്വര ദർശനമായി, അതിലായ സമൃദ്ധവുമായിരിക്കും. അത്രേ നമുക്ക് വേണ്ടൂ. പക്ഷേ ഇത് മനുഷ്യൻ്റെ തീരുമാനത്തിനനുസരിച്ചിരിക്കും. എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വീണ്ടും ഈ കഥയിലേക്ക് വരാം. അങ്ങനെ ത്രിമൂർത്തികളിൽ നിന്നും നാരീരൂപം പ്രകടമാകുന്നു. ഇനി ഈ മഹിഷാസുരന് സമക്ഷം പോവുകയാണ്. അനേകം ദിവസങ്ങളെന്നല്ല, അവരുടെ മഹിഷാസുരൻ്റെ സൈന്യത്തെക്കുറിച്ച് ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നത് അത്ഭുതം തോന്നും. ലക്ഷം കോടി എന്നൊരു സംഖ്യ. ലക്ഷം പറഞ്ഞാൽ 5 പൂജ്യം. ലക്ഷം ഇൻറ്റു ലക്ഷം 10 പൂജ്യമായി 1 കഴിഞ്ഞിട്ട്. ലക്ഷം ഇൻറ്റു ലക്ഷം ഇൻറ്റു കോടി 1 കഴിഞ്ഞിട്ട് 17 പൂജ്യം. അതിൽ ഓരോ അസുരന്മാരും 1000 തേരുകളും 1000 ആനകളുമായിട്ടാണ് ദേവിയോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഈ മഹിഷാസുരനാണെങ്കിലോ ലക്ഷം കോടി സൈന്യങ്ങളുടെ നടുവിൽ സുരക്ഷിതനായി നിന്നുകൊണ്ടാണ് ദേവിയെ സമീപിക്കുന്നത്. അത്രയും അധികം മഹായുദ്ധമായിരുന്നു അവിടെ നടന്നത്. നമ്മുടെ മനസ്സിനെ ആസ്വദിപ്പിക്കാൻ വേണ്ട എല്ലാ രീതിയിലുള്ള അവതരണങ്ങളും ഈ ദേവി മഹാത്മ്യത്തിലെ ശ്ലോകങ്ങളിലും, കാരണം ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കഥകളിങ്ങനെ മനോഹരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സിനൊരു ആസ്വാദനമാണ്. അതെല്ലാം ഈ ദേവി മഹാത്മ്യത്തിലുണ്ട്. അങ്ങനെ ഈ യുദ്ധത്തിൽ ആദ്യം സൈന്യങ്ങളായി നേരിടുന്ന ദേവി. അത് ഞാനിവിടെ ദേവി മഹാത്മ്യത്തിൽ ആ ശ്ലോകങ്ങളിലുണ്ട്. ഓരോ അസുരൻ്റെ പേരും, ആ അസുരനെ എങ്ങനെയാണ് ദേവി പതിക്കുന്നത്, അടുത്ത അസുരൻ വരുന്നു. അത് എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്കെന്താണ് ഇവിടെ ലാഭം? നമുക്കിപ്പോൾ ഈ 9 ദിവസങ്ങൾ കഴിയുന്നത്ര അറിവുകൾ ശേഖരിക്കാൻ നോക്കാം. പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനിവിടെ എടുത്ത് പറയാം. കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൂടുതൽ വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ലാഭവുമില്ല. അങ്ങനെ ആദ്യം സൈന്യത്തെ വധിക്കുന്നു. അവിടെ തന്നെ ദേവി തന്നെ പല രൂപങ്ങളിൽ പ്രകടമാവുകയാണ്. അതാണ് ഈ നവദുർഗകൾ. അങ്ങനെ മഹിഷാസുരൻ്റെ സൈന്യത്തെ വധിച്ചതിനു ശേഷം പിന്നീട് മഹിഷാസുരനുമായി യുദ്ധം. മഹിഷാസുരനുമായി യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഈ മഹിഷാസുരന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. അവരാണ് ചിക്ഷുരനും ചാമരനും. ആദ്യം ചിക്ഷുരനെ ദേവി വധിക്കുന്നു, പിന്നീട് ചാമരനെയും ദേവി വധിച്ചു. എന്നിട്ട് മഹിഷാസുരനുമായി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ദേവി മഹാത്മ്യത്തിൽ മഹിഷാസുരൻ ശിവന്റെ അംശമാണ് എന്നൊരു എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത്ര എളുപ്പമായിരുന്നില്ല ഈ മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധം. ആദ്യം ദേവി സിംഹവാഹിനിയാണല്ലോ. മഹിഷാസുരനുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ സിംഹമാണ് പുറത്തേക്ക് വരുന്നത്. മഹിഷാസുരൻ നേരിടുവാൻ ദേവിയുടെ വാഹനമാണ് സിംഹം മുമ്പിട്ട് വരുന്നത്. ഉടനെ തന്നെ മഹിഷാസുരൻ ഈ കാളയുടെ രൂപത്തിലാണ്, 2 കൊമ്പും കുളമ്പും വാലുകളുമുള്ള രൂപത്തിൽ ധാരാളം പർവ്വതങ്ങളെ പിഴുതെടുത്ത് ദേവിയുടെ നേരെയടി. ദേവി അതെല്ലാം തകർത്ത് വീണ്ടും മുൻപോട്ട് പോയി. പിന്നെയും മഹിഷാസുരൻ ദേഷ്യമെന്ന വാളെടുത്ത് സിംഹത്തെ മുറിയാക്കി ദേവിയുടെ സമക്ഷം പോകും. അങ്ങനെ മഹിഷാസുരൻ്റെ വാള് കൊണ്ടുള്ള പ്രഹരം ദേവിയുടെ ഇടത് കൈയിൽ സംഭവിക്കുന്നു. പക്ഷെ ദേവിക്കൊന്നും സംഭവിച്ചില്ല. ആ വാള് ഭസ്മമായിരുന്നു. ഉടനെ ദേവി വരുണപാശം കൊണ്ട് മഹിഷത്തെ ബന്ധിച്ചു. അങ്ങനെ മഹിഷം അവിടുന്ന് അനങ്ങാൻ സാധിക്കാതെ മഹിഷത്തിൻ്റെ രൂപം മാറ്റി സിംഹത്തിൻ്റെ രൂപമായി.
പിന്നെ സിംഹത്തിൻ്റെ രൂപമായപ്പോൾ വീണ്ടും ദേവി ദേഷ്യം വന്നു ആ സിംഹത്തെയും വാളെടുത്ത് പ്രഹരിച്ചപ്പോൾ ആ സിംഹം പിന്നീട് ഒരു മനുഷ്യൻ്റെ രൂപമായി തീർന്നു. പിന്നീട് ആ മനുഷ്യൻ്റെ രൂപം ആ മനുഷ്യരൂപത്തെയും ദേവി വധിച്ചപ്പോൾ അതൊരു ഗജത്തിൻ്റെ രൂപമായി തീർന്നു. ആളിങ്ങനെ രൂപം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യാസുരൻ. പിന്നെ ഗജത്തിൻ്റെ രൂപത്തെയും ആ ഗജം ദേവിയുടെ സിംഹത്തെ ആക്രമിക്കാനാണ്. ഉടനെ തന്നെ ദേവി ആനയുടെ തുമ്പത്തെ വെട്ടിക്കളഞ്ഞു. എന്നിട്ടും വീണ്ടും ആ അസുരൻ ഗജത്തിൽ നിന്ന് മനുഷ്യൻ്റെ രൂപത്തെ പ്രാപിച്ചു. ഇനി ദേവി അവസരങ്ങൾ നൽകിയില്ല. അവസാനമായി ദേവി മഹിഷാസുരൻ്റെ പുറത്ത് കയറിയത് തൻ്റെ തൃശൂലം കൊണ്ട് മഹിഷാസുരനെ വധിക്കുകയാണ്. ഇവിടെ ഋഷി നമ്മോട് പറയുന്നത് കഥകളിൽ നമ്മൾ പല കഥാപാത്രങ്ങളെയും കാണും അസുരന്മാരായി. ഇവിടെ നമുക്കറിയാനുള്ളത് അസുരന്മാരെന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെയുള്ള നമ്മൾ ഈ ലക്ഷ്യത്തിൽ നിന്നും ഏതെല്ലാം ചിന്തകൾ നമ്മെ മാറ്റി നിർത്തുന്നു ആ ചിന്തകളെ നമ്മൾ നമ്മുടെ ശത്രുക്കളായി കാണും. ആ ശത്രുക്കളെ വധിക്കുവാൻ ഒരു ദേവീ ശക്തി തന്നെ വേണം. എന്തുകൊണ്ടാണ് ഈ ദേവീ ശക്തി തന്നെ വേണമെന്ന് പറയുന്നത്? കാരണം മഹിഷാസുരൻ ഇവിടെ തമോ ഗുണമാണെങ്കിൽ തമോ ഗുണത്തെ മാറ്റി നിർത്താൻ രജോ ഗുണം കൊണ്ട് മാത്രമേ സാധിക്കൂ. രജോ ഗുണത്തെ മാറ്റി നിർത്താൻ സത്വ ഗുണവും വേണം. ഈ ഗുണങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു അപകടമായി തീരില്ല. എന്നാൽ ഈ ഗുണങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ആത്മീയ പാതയിൽ ഒരു തടസ്സമാകും. അതുകൊണ്ടാണ് ദേവിയുടെ 3 രൂപങ്ങളുടെ സങ്കല്പവും കൂടി നമുക്ക് പിന്നിൽ ദുർഗ, ലക്ഷ്മി, സരസ്വതി. ദുർഗാദേവി നമ്മുടെ തമോ ഗുണത്തെ മാറ്റി നിർത്താനുള്ള ക്രിയാശക്തിയായി പ്രകടമാണ്. ലളിതാ സഹസ്രനാമത്തിലുണ്ടല്ലോ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. തമോ ഗുണത്തെ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് രജോ ഗുണമാണ്. മനസ്സിൻ്റെ അശാന്തി. ഈ അശാന്തമായ മനസ്സ് അറിവിലൂടെ മാത്രമേ ശാന്തമാകൂ, സദ്ഗുണ സമ്പത്തിലൂടെ മാത്രം. അതുകൊണ്ട് നമ്മൾ വി ആർ കൾട്ടിവേറ്റിംഗ് പോസിറ്റീവ്ലി കൾട്ടിവേറ്റിംഗ് ദ പോസിറ്റീവ് വാല്യൂസ്. നമ്മൾ ബോധപൂർവം ചില പോസിറ്റീവായ വാല്യൂസിനെ, സമ്പത്തിനെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുകയാണ്. അതാണ് ലക്ഷ്മി ദേവി, സദ്ഗുണ സമ്പത്ത്. ഇനി നമുക്കുള്ളത് തമോ ഗുണവും രജോ ഗുണവും കഴിഞ്ഞാൽ സത്വഗുണത്തെ അതിജീവിക്കാം. ആ സത്വഗുണത്തെ അതിജീവിക്കുവാൻ നമുക്ക് ഏകാഗ്രതയും അറിവും കൊണ്ടേ സാധിക്കും. സത്വഗുണത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സത്വഗുണത്തിലൂടെ നമുക്ക് ഏകാഗ്രത ലഭിക്കുമെങ്കിലും ഏകാഗ്രമായ മനസ്സും ചില സമയങ്ങളിൽ ദുർബലമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മെ കളിയാക്കിയാലോ അപ്പോൾ നമുക്ക് കരച്ചിൽ വരും. സത്വഗുണം ആകർഷണമാണ്. സത്വഗുണം നിറഞ്ഞ മനസ്സ് ദുർബല ചിന്തകളിലേക്കും ആകർഷിതമാകും, അറിവിലേക്കും ആകർഷിതമാകും. അതുകൊണ്ട് നമുക്ക് സത്വഗുണത്തെ കൂടി അതിജീവിച്ചാൽ മാത്രമേ ഇവിടെ നമുക്കുള്ള ലക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ. അതാണ് ഈ 9 ദിവസങ്ങളുമായുള്ള യുദ്ധത്തിന് ശേഷം 10ാമത്തെ ദിവസം വിജയദശമിയാണ്. പിന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ അന്തരീക്ഷത്തിലുള്ള ഊർജത്തിൻ്റെ വ്യതിയാനം? ഈ സമയത്ത് രാത്രി എത്ര മണിക്കാണ് കിടന്നുറങ്ങാറില്ലാതെ? 10 മണിക്ക് ശേഷം ഉണർന്നിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്ന ഊർജ്ജ തരംഗങ്ങൾ ഏതു രീതിയിലാണെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പൊതുവേ ഈ സൂര്യ അസ്തമന സമയമാകുന്ന സമയത്ത് അതിന് സൺ ഡൗൺ സിൻഡ്രം, നമ്മുടെ മനസ്സിന് പൊതുവേ ശക്തി കുറയുവാനുള്ള, മനസ്സ് പൊതുവെ ദുർബലമാകാനുള്ള സാധ്യതയുണ്ട് സൂര്യദേവൻ്റെ അഭാവത്തിൽ. അതുകൊണ്ട് വൈകുന്നേര കാലങ്ങളിലാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ കാരണം രാവിലത്തെ സമയം കണ്ട് സൂര്യോദയ സമയം മനസ്സ് പൊതുവെ ശാന്തമായിരിക്കും, മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന സമയം. ഏകാഗ്രമായ മനസ്സിലേക്ക് അറിവ് എളുപ്പം പ്രവേശിക്കും. എന്നാൽ സൂര്യ അസ്തമനം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും ക്രമേണ അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കും, ദഹനശക്തി കുറയും. അതുപോലെ ഈ മനസ്സിനും ചെറിയ ചില മാറ്റങ്ങൾ സംഭവിക്കും. മനസ്സും നമ്മുടെ ശരീരവും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു സത്വഗുണ സങ്കല്പത്തെ, ശക്തിയെ നമ്മൾ ബോധപൂർവം ഒരു രൂപത്തോടെ ധ്യാനിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ദേവിയെ ആരാധിക്കുന്നത്.
ഈ ദേവിയുടെ അനുഗ്രഹം അത് നമുക്ക് എപ്പോഴും ഉണ്ടാകും. രാമകൃഷ്ണ പരമഹംസർ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു സന്യാസിയോട് ചോദിച്ചു, അല്ല എനിക്കൊരു സംശയമുണ്ട്, ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഈശ്വരൻ ഒന്നാണെങ്കിലും എന്തുകൊണ്ടാണ് മനുഷ്യർ ഈശ്വരനെ പല രൂപത്തിൽ ആരാധിക്കുന്നത്? അഖിലാണ്ട കോടി അല്ല, എത്ര ദൈവം? 33 കോടി ദേവതകളുണ്ടെന്ന് പറയുന്നു. എന്താണ് ഇതിന് കാരണം എന്ന് രാമകൃഷ്ണ പരമഹംസർ ഒരു സന്യാസിയോട് ചോദിച്ചപ്പോൾ ആ സന്യാസി ഉത്തരം പറഞ്ഞു, ധ്യാനത്തിൽ ഏകാഗ്രമായ മനസ്സുകൊണ്ട് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഈശ്വരൻ ഒന്നാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ മനസ്സിന് ഈ സത്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതുകൊണ്ട് ഈ മനസ്സിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഈശ്വരൻ ഒരേ സത്യമാണെങ്കിലും നമ്മൾ വിവിധ രൂപങ്ങൾ അതിനെ കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അവതാരങ്ങളെ കാണേണ്ടത് ഈശ്വരനായിട്ട്, നമ്മുടെ ഗുരുവായിട്ട് വരുന്നതാണ്. ഇത് ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. ഒരു ദിവസം പോലും മുടങ്ങാതെ നാമം ജപിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നത്? വളരെ സന്തോഷം. പിന്നെ കുറച്ചു പേർക്ക് എന്ത് പറ്റി ഒരു ദിവസം പോലും മുടങ്ങാതെ നാമം ജപിക്കുവാൻ? ശരി, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടാവും. എന്നാൽ ശിവാനന്ദ സ്വാമികൾ പറയുന്നത്, ഒരു ദിവസം നമ്മൾ സാധന ചെയ്തിട്ടില്ലെങ്കിൽ ആ ദിവസം വേസ്റ്റാണ് എന്നാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റെങ്കിലും സാധന, അത് ഏത് സാധനയായിരുന്നു. ചിലർക്ക് നാമം ജപിക്കുന്നതായിരിക്കും, ചിലർക്ക് പ്രാണായാമമായിരിക്കും കൂടുതൽ യോജിക്കുക, ചിലർക്ക് ധ്യാനമായിരിക്കും. ഏതെങ്കിലും രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ സാധന മുടങ്ങാതെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കണം. എന്താണ് ഈ മുടങ്ങാതെ അനുഷ്ഠിക്കണമെന്ന് പറയാൻ കാരണം? മുടങ്ങാതെ സാധന അനുഷ്ഠിക്കണം. നമ്മളൊരു മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. ഒറ്റ സ്റ്റീപ്പായിട്ടുള്ള അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കില്ല. ഇതുപോലെ ഈ മനസ്സ് ചില സമയങ്ങളിൽ ചില ചിന്തകളിൽ അകപ്പെട്ടു പോകും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ സാധന ചെയ്യാതിരുന്നാൽ മനസ്സ് കൂടുതൽ ദുർബല ചിന്തകളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിരന്തരമായ സാധന ചെയ്യണം എന്ന് ഋഷിവര്യന്മാർ പറഞ്ഞു. ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞേരട്ടെ. ശവാസനം എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലോ, അതിനൊന്നും പറയണ്ടല്ലോ. അത് പറയും. ആൺകുട്ടികളുള്ള അമ്മമാരാരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്. ജിമ്മിന് പോകാറുണ്ടോ? അല്ലേ? ഏതെങ്കിലും ഒരു വീട്ടിൽ സഹായിക്കാനൊന്നും മക്കൾക്ക് പൊതുവെ താല്പര്യം ഉണ്ടാവില്ല അല്ലേ? പ്രത്യേകം അമ്മമാർ തന്നെ പറഞ്ഞു കൊടുക്കും, ശരീരത്തിൻ്റെ ആരോഗ്യം ഒന്നില്ലെങ്കിൽ നമ്മൾ യോഗാസനങ്ങൾ അതിലൂടെ ആരോഗ്യം നിലനിർത്തണം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജിമ്മിനെങ്കിലും പോയില്ലെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ശരീരം ഏറ്റവും നല്ലത് യോഗാസനങ്ങളാണ്. ഈ ജിമ്മിന് പോകുന്നതും നമ്മൾ യോഗ അനുഷ്ഠിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ജിമ്മിന് പോയി ഡംബലിലും എന്തൊക്കെ നമ്മളെടുത്ത് ബുക്ക് ചെയ്യണം, അതിലൂടെ വികസിക്കുന്നത് നമ്മുടെ മസിൽസ് മാത്രമായിരിക്കും. കാളയെ പോലെ അതിമനോഹരമായ ശരീരം ജിമ്മിലൂടെ നമുക്ക് നേടിയെടുക്കാം. പക്ഷേ നമ്മുടെ ശരീരം അതൊരു പ്രതിരോധമുള്ള ശരീരമാകണമെങ്കിൽ കേവലം മസിൽസ് മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, അതിന് പ്രാണശക്തി വളരെ ബലമുള്ളതാകണം. ഇവിടെ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രാണനെ അകത്തേക്കാണ് വലിക്കുന്നത്. വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രാണനെ അത് പുറത്തേക്ക് വലിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യോഗാസനങ്ങളിലൂടെ നമുക്ക് ആരോഗ്യമുള്ള ശരീരവും അത്യാവശ്യം മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ജിമ്മിലൂടെ അത് സാധിക്കില്ല. ശരീരത്തിൻ്റെ ആരോഗ്യം മസിൽസിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ഒരു രോഗം വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രാണബലം നമുക്ക് ലഭിക്കാറുണ്ട്. അതാണ് യോഗാസനങ്ങൾക്കുള്ള പ്രധാനം. ഭഗവാൻ പരമശിവൻ നമുക്ക് 84 ലക്ഷം യോഗാസനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. 84 ലക്ഷം എന്ന സംഖ്യ ഇവിടെ പറയാൻ കാരണം 84 ലക്ഷം ജീവയോനികളാണ് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് 84 ലക്ഷം യോഗാസനങ്ങളുണ്ട്. ആ 84 ലക്ഷം
യോഗാസനങ്ങളിൽ 84 നമ്മൾ വേർതിരിച്ചെടുക്കും. പ്രധാനപ്പെട്ട 84. ആ 84 നമ്മൾ വീണ്ടും 32 വേർതിരിച്ചെടുക്കും. മനുഷ്യന് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന 32 യോഗാസനങ്ങൾ. ആ 32 വീണ്ടും നമ്മൾ ചുരുക്കി 5 കൊണ്ടുവരും. കൂടുതൽ ഗുണം ചെയ്യുന്ന 5. ഇനി ആ 5 നിന്നും വീണ്ടും 1 ചുരുക്കി വിടുന്നു. 84 ലക്ഷം യോഗാസനങ്ങളിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ യോഗാസനം. അതിൻ്റെ പേരെന്താണെന്ന് അറിയുമോ? ശീർഷാസനം. കാലിൻ്റെ തള്ളവിരൽ മുതൽ മൂർധാവ് വരെയുള്ള എല്ലാ നാഡികളിലേക്കും ഞരമ്പുകളിലേക്കും പ്രാണന്റെ സഞ്ചാരം എത്തിക്കാൻ ശീർഷാസനത്തിലൂടെ ആ ഒന്നിലൂടെ മാത്രം സാധിക്കും. ബനാറസിൽ ഒരു യോഗി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ശീർഷാസനത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സമാധി അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ നിന്ന നിൽപ്പിൽ ശീർഷാസനത്തിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ മരണം എന്നത് സംഭവിക്കില്ല. ഈവൻ സമാധി എന്ന അവസ്ഥ പോലും ഇതിലൂടെ മാത്രം കൈവരിക്കാൻ സാധിക്കും. അവരുടെ പേര് ശിവാനന്ദ സ്വാമികൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മഹാ അത്ഭുതമാണ്. പിന്നെ ഈ അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്ന് നമുക്ക് കൂടുതൽ വിശ്വാസമാകാനും പലതരം അനുഭവങ്ങൾ അദ്ദേഹം പല സ്ഥലങ്ങളിലും എടുത്തു പറയും. സദാശിവ ബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു യോഗി ഉണ്ടായിരുന്നു. നർമ്മദാ നദീ തീരത്തായിരുന്നു അദ്ദേഹം തപസ് ചെയ്തിരുന്നത്. അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് നർമ്മദാ നദിയിൽ പ്രളയം സംഭവിച്ച് ഇദ്ദേഹം മണ്ണിനടിയിലകപ്പെട്ടു. മണ്ണുകൊണ്ട് മൂടപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ശരീരം. എന്നിട്ടും തപസ്സിൻ്റെ ശക്തി കൊണ്ട് ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ ഈ യോഗിക്ക് സാധിച്ചിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പ്രകൃതി ഒന്ന് ശാന്തമായ സമയത്ത് കുറേ പേര് വന്ന് ആ മണ്ണെല്ലാം, കൃഷിയായിരുന്നു, കുറേ കർഷകർ വന്ന് ഈ മണ്ണെല്ലാം മാറ്റി. അപ്പോൾ ഈ കൈക്കോട്ട് കൊണ്ടുള്ള പ്രഹരം ഇദ്ദേഹത്തിൻ്റെ തലയിൽ സംഭവിച്ചു. അങ്ങനെ തലയിൽ നിന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇതൊരു മഹായോഗിയാണ്. അങ്ങനെ മണ്ണൊക്കെ മാറ്റി അവരാ യോഗിയെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഒരു മൈൻഡും ഇല്ലാതെ നടന്നു പോവുകയാണ്. തലയിലൂടെ രക്തം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതും ഇദ്ദേഹത്തിൻ്റെ സിദ്ധികളുടെ പ്രത്യേകതയാണ്. ഇത്രയും ദിവസം മാസങ്ങളോളം ആ മണ്ണിനടിയിൽ ഇരുന്നിട്ടും ശരീരത്തിൽ ജീവൻ നിലനിൽക്കുവാനുള്ള കാരണം ഇതാണ്. എന്താണ് അതിനുള്ള കാരണം? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ കുണ്ടലിനി ശക്തി പൂർണ്ണമായും 6 ചക്രങ്ങളെയും ഭേദിച്ച് സഹസ്രാര ചക്രത്തിൽ എത്തിയതുകൊണ്ട്, ശിവശക്തി സംഗമം സംഭവിച്ചതുകൊണ്ട്, ആ ശിവശക്തി സംഗമത്തിൽ നിന്നും പ്രകടമാകുന്ന ദിവ്യമായ ഊർജം, ആ ഊർജത്തിലൂടെ ഈ ശരീരത്തിൽ ജീവൻ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ ഋഷിവര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഈ യോഗശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. പലതരം അനുഷ്ഠാന രീതികളുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്കിവിടെ ജീവിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന അനുഷ്ഠാന രീതി ഏറ്റവും സരളമായതും ഭക്തിയോഗമാണ്. ഇനി അനുഷ്ഠാനത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, വേഗം പുരോഗതി വേണോ അതോ മെല്ലെ പുരോഗതി വേണോ? അതാണ് ചോദ്യം. കുറച്ച് വേഗത്തിൽ നമുക്ക് പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിലൊന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആഹാരമാണ്. ആഹാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, ആഹാരത്തിൻ്റെ സൂക്ഷ്മ അംശമാണ് മനസ്സായി രൂപപ്പെടുന്നത്. മനസ്സിലെ ചിന്തകളെ സ്വാധീനിക്കുന്നു. ശ്രദ്ധിക്കൂ, നമുക്ക് നാമം ജപിക്കണമെങ്കിലും പ്രാണായാമം ചെയ്യണമെങ്കിലും ധ്യാനിക്കണമെങ്കിലും ഒക്കെ മനസ്സ് ഏത് ഗുണത്തിൽ ഉറച്ചു നിൽക്കണം? സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കണം. കാരണം സത്വഗുണത്തിൻ്റെ പ്രത്യേകത ഏകാഗ്രതയാണ്. നമുക്കാവശ്യം സത്വഗുണമാണ് സാധന ചെയ്യും. അങ്ങനെ നമ്മൾ രജോ ഗുണപ്രധാനമായ ആഹാരം നിരന്തരം കഴിച്ചുകൊണ്ടിരുന്ന നാമം ജപിക്കാനിരുന്നാൽ എന്താണ് സംഭവിക്കുക? രജോ ഗുണം മനസ്സിൽ അടിഞ്ഞുകൂടും. രജോ ഗുണം അടിഞ്ഞുകൂടിയ മനസ്സുമായി നമ്മൾ സാധന അനുഷ്ഠിക്കാൻ ശ്രമിച്ചാൽ ഈ രജോ ഗുണത്തിൻ്റെ ഉപദ്രവം കാരണം മനസ്സ് ഒട്ടും ഏകാഗ്രമാകില്ല. അതുകൊണ്ടാണ് ആഹാരത്തിൽ ഇത്രയും കർശനമായ നിയന്ത്രണം. രജോ ഗുണപ്രധാനവും തമോ ഗുണപ്രധാനവുമായ ആഹാരങ്ങളെ സാധനാ കാലഘട്ടത്തിൽ മാറ്റി നിർത്തിയാൽ പുരോഗതി വളരെ എളുപ്പം സംഭവിക്കും. ആട്ടിൻ്റെ പാല് വളരെ ഔഷധ ഗുണമുള്ളതാണ്, പക്ഷേ അത് രജോ ഗുണപ്രധാനമാണ്.
ഇതുപോലെ പലതരം ആഹാരങ്ങൾ ഔഷധ ഗുണമാണെങ്കിലും നമ്മൾ സാധനയുടെ തലത്തിലേക്ക് വരുമ്പോൾ എല്ലാ നിയമങ്ങളും ഒന്ന് മാറി മറിയും. സാധനയിൽ സത്വഗുണമാണ് ആവശ്യമെങ്കിൽ ചില ആഹാരങ്ങൾ ഔഷധമാണെങ്കിലും നമ്മുടെ സാധനയിൽ തടസ്സമാകാതിരിക്കാൻ നമ്മൾ ആ ആഹാരങ്ങളെ മാറ്റി നിർത്തേണ്ടി വരും. ഇനി വെജിറ്റേറിയൻസിന് സംഭവിക്കുന്ന, നമ്മൾ സസ്യാഹാരമാണ് കഴിക്കുന്നതെങ്കിലും രജോ ഗുണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു ആഹാരം നമ്മൾ നിരന്തരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമത്? നിത്യേന നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് രജോ ഗുണപ്രധാനമായ ഒരു വസ്തു. ഓണിയൻ, ഗാർലിക്, ഉള്ളി, വെളുത്തുള്ളി. ഒരു വശത്ത് ശരിയാണ്, ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെങ്കിലും തീവ്രമായ രജോ ഗുണം, രജസ്സിൻ്റെ സ്വഭാവമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് അതിനെ ഒന്ന് മാറ്റി നിർത്താൻ സാധിച്ചാൽ വ്യത്യാസം നമുക്ക് സാധന ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. സ്വാമി ഉദിച്ചേതനെ അറിയില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചാലക്കുടിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗവത ഗ്രാമത്തിൽ ഒന്ന് പോയി നോക്കുന്നില്ല. അതിമനോഹരമായ ഗ്രാമം, ആ അന്തരീക്ഷം, അവിടുത്തെ ആഹാര രീതി ഒന്ന് നോക്കും. പുള്ളി അങ്ങോട്ട് കിടത്തില്ല. ഒരു തവണ പോകും എന്തായാലും. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരല്ലേ എല്ലാവരും? സമയമുള്ളപ്പോൾ UP-യിലെ വൃന്ദാവനത്തിലേക്ക് പോകും. വൃന്ദാവനം എന്ന പ്രദേശത്തേക്ക് തന്നെ ഉള്ളി കിടത്തില്ല. അവിടെ ഒരു ഹോട്ടലിലും അത് എഴുതി വെച്ചിട്ടുണ്ടാവും, നോ ഓണിയൻ, നോ ഗാർലിക്. ഞാൻ പോയപ്പോൾ ഏറ്റവും അത്ഭുതമായി തോന്നിയത് വൃന്ദാവനത്തിലുള്ള ആളുകളൊന്നും തന്നെ കൊറോണ വാക്സിൻ എടുത്തിട്ടുമില്ല. അവിടെയുള്ളവർക്ക് ആർക്കും തന്നെ കൊറോണ വന്നിട്ടുമില്ല. അത്യത്ഭുതകരമായ അന്തരീക്ഷം. ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പോഴും ഈ കലിയുഗത്തിലും 2025-ലും രാത്രി സമയങ്ങളിൽ വൃന്ദാവനത്തിൽ വനത്തിലുണ്ടല്ലോ കൃഷ്ണൻ ഇപ്പോഴും പ്രത്യക്ഷമാകുന്നു എന്ന് യോഗികൾ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 2022-ൽ സ്വാമിജിയുടെ കൂടെ തന്നെ പോയിരുന്നു വൃന്ദാവനത്തിൽ. ഈ ഒരു ആഗ്രഹത്തോടെ പോയത്. ശരി, രാത്രിയിൽ ഞാൻ മധുവനത്തിലൊന്ന് പോകാം, എന്താ എനിക്ക് അനുഭവിക്കാൻ, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ എന്തോ രാത്രി പോകാൻ പറ്റില്ല, അത്രയും തണുപ്പാണ് അവിടെ. എന്നാലും ഒരു തവണ പോയേ പറ്റും. തീർച്ചയായിട്ടും ഞാൻ പോകും, അർദ്ധരാത്രി തന്നെ പോകും. ഒരു അവസരം കേട്ടിട്ട് കൂടെ വരാൻ താല്പര്യമുണ്ടാക്കെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും വന്നാൽ എനിക്കും ഒരു സമാധാനമായി വരും. അർദ്ധരാത്രിയില്ലേ? എന്തായാലും ചെയ്യാം. ആഹാരം, അതാണ് ഈ ആഹാരവും സാധനയും തമ്മിലുള്ള ബന്ധം. സത്വഗുണമുള്ള ആഹാരങ്ങൾ മാത്രം സേവിച്ചുകൊണ്ടിരുന്നാൽ വളരെ പെട്ടെന്ന് നമ്മുടെ പുരോഗതി സംഭവിക്കും. എന്താണ് മനസ്സ്? ഉത്തരം പറയും. മനസ്സിന് നിർവചനം എന്താണ്? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ, മറന്നുപോയോ? സങ്കല്പ വികൽപാത്മികം മനഃ, ബുദ്ധിയോ നിശ്ചയാത്മിക ബുദ്ധി. ഒരു കാര്യം തീരുമാനിക്കും, നാളെയാകുമ്പോൾ ആ തീരുമാനിച്ച കാര്യത്തിൽ മാറ്റം വരുത്തും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. ഇന്നിപ്പോൾ ശരി, ഇന്നു മുതൽ ഞാനൊരു പുതിയ വ്യക്തിയാണ്, നോക്കിക്കോ. ഇന്ന് രാത്രി 10 മണി മുതൽ 11 മണി വരെ ഞാൻ കഠിനമായ സാധന അനുഷ്ഠിക്കും. ഇത് നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് രാത്രിയാവും, ഒരു 9 ഗുണമെങ്കിൽ 10:30 വരെ മൊബൈലിൽ നോക്കി നിൽക്കും. എന്നിട്ട് അങ്ങനെ കിടന്നു. എവിടെ പോയി സാധന? ശരി പോട്ടെ, ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കും, എന്നിട്ട് സാധന ചെയ്യും എന്ന് നമ്മൾ സങ്കല്പിച്ച് മൊബൈലിൽ അലാറം വെച്ച് കിടന്നു. ഞാനാണോ? എന്നെ തോൽപ്പിക്കാൻ ഈ തമോ ഗുണത്തിനൊന്നും സാധിക്കില്ലേ? അങ്ങനെ 4 മണിയായി അലാറം വിളിച്ചു. നമ്മൾ എന്താ ചെയ്യുക? ഓഫാക്കിയിട്ട് കിടന്നുറങ്ങും. ഇത് മനസ്സിൻ്റെ പ്രത്യേകതയാണ്, കുറ്റം പറയേണ്ട കാര്യമില്ല. സങ്കല്പ വികൽപാത്മികം മനഃ. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ അത് ചെയ്യുന്നതിൽ നിന്നും എത്ര കണ്ട് നമ്മളെ മാറ്റി നിർത്താൻ സാധിക്കുമോ അത് മനസ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ബുദ്ധിയോ നിശ്ചയാത്മിക ബുദ്ധി. ബുദ്ധിയുടെ പ്രത്യേകത ഇതാണ്. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും അത് ചെയ്യുവാൻ ഈ ബുദ്ധിക്ക് സാധിക്കും. നമ്മൾ ബുദ്ധിയോടാണോ ചാരി നിൽക്കുന്നത്, മനസ്സിനോടാണോ ചാരി നിൽക്കുന്നത്? മനസ്സുമായി കൂടുതൽ ചായ്വുള്ളൊരു വ്യക്തിക്ക് മനസ്സ് പറയുന്ന പോലെ ജീവിക്കേണ്ടി വരും. എന്നാൽ ബുദ്ധിയുമായി കൂടുതൽ യോജിച്ച് നിൽക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് വേഗം പുരോഗതി സംഭവിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം.
പുസ്തകം വായിക്കുന്ന ശീലമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒന്നറിയാൻ വേണ്ടി ചോദിച്ചാൽ ഉണ്ടോ? ഏത് പുസ്തകമാണോ വായിക്കാറ്? പുരാണങ്ങളാണോ? പുരാണങ്ങളാണ്. ഇനി പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രകരണ ഗ്രന്ഥം ഒരു തവണയെങ്കിലും മറിച്ചു നോക്കിയവരാരെങ്കിലും ഉണ്ടോ? ശരി, അതുപോലെ ഉപനിഷത്തുക്കളിൽ ഏതെങ്കിലും ഒരു ഉപനിഷത്ത് മറിച്ചു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ശരി, അതും വേണ്ട, വളരെ നന്നായി. അത് മറിച്ചു നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് കാര്യമില്ല. ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞുതരാം. വിശ്വാസത്തോടെ നിങ്ങളത് വായിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ വളരെ എളുപ്പമുള്ള പുസ്തകം ഞാൻ പറഞ്ഞു തരാം. ഉറപ്പ് തരാൻ പറ്റുമോ? വായിക്കുമെന്ന്. ഇംഗ്ലീഷിൽ വേണം, മലയാളത്തിൽ വേണം? മലയാളത്തിൽ മതി. പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു തരട്ടെ. ഭക്തിയോഗം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നീ ഇത് എവിടെ പോയാൽ കിട്ടും ഭക്തിയോഗം? കടയിൽ പോയി ചോദിച്ചാൽ കിട്ടില്ല. കാരണം ഇത് ഡിവൈൻ ലൈഫ് സൊസൈറ്റി പബ്ലിക്കേഷനാണ്. സ്വാമി ശിവാനന്ദജിയാണ്. ഞാൻ പറഞ്ഞോളൂ, ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരു തപോവന സ്വാമികളും ശിവാനന്ദ സ്വാമികളും. ശിവാനന്ദ സ്വാമികളും തപോവന സ്വാമികളും രണ്ടുപേരും സിദ്ധയോഗികളായിരുന്നു. ശിവാനന്ദ സ്വാമികളാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, ഭക്തിയോഗം. മലയാളത്തിൽ അത് നമുക്ക് ലഭിക്കും, പക്ഷെ അത് കടയിൽ പോയാൽ കിട്ടുമോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. ആമസോണിൽ പിന്നീട് ലഭിക്കും, പക്ഷെ അത് ഇംഗ്ലീഷ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്രയും തീവ്രമായ ആഗ്രഹം എന്നെ അറിയിച്ചാൽ എത്ര പ്രയാസമാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഞാൻ ആ പുസ്തകം എത്തിച്ചില്ല, മലയാളത്തിലൂടെ തന്നെ. പക്ഷെ അത് വായിച്ചിരിക്കണം. വെറുതെ പൂജാമുറിയിൽ കൊണ്ട് മൂടി എടുത്തു വെക്കരുത്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള വിവരണം ശിവാനന്ദ സ്വാമികൾ അതിൽ നൽകിയിട്ടുണ്ട്. ഗുരു എന്ന ശബ്ദത്തിനർത്ഥം ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ പുസ്തകത്തിലെ ഓരോ വാക്കുകളിലും ആ പുസ്തകം എഴുതിയ വ്യക്തിയുടെ യോഗ്യതയും അറിവും എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു വ്യക്തിക്ക് ഗുരു എന്ന പദവി ലഭിക്കുന്നത് എപ്പോഴാണ്? ശാസ്ത്രം പറയുന്നത് ഇതാണ്. എപ്പോഴാണോ ഒരു വ്യക്തി ഗുരു എന്ന പദവിക്ക് അർഹനായിത്തീരുക? ശരീരത്തിലുള്ള മൂലാധാരം മുതൽ ആജ്ഞ സഹസ്രാര ചക്രം വരെ എല്ലാ ചക്രങ്ങളെയും ഭേദിച്ചുകൊണ്ട് എപ്പോഴാണ് പൂർണ്ണമായ നിർവികൽപ്പ സമാധിയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നത്, അപ്പോൾ മാത്രമേ ആ വ്യക്തി ഗുരു എന്ന പദവിക്ക് അർഹനാവുകയുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഈ രീതിയിലുള്ള അറിവ്. ഇതാണ് ഒരു ഗുരു. ഗുരുവിൻ്റെ നിർവചനം. ആരാണ് ഒരു ഗുരു? ഇദ്ദേഹമാണ് ഒരു ഗുരു. ആ ഗുരുവിന് മാത്രമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ, നിഗൂഢമായ ഉപനിഷത്ത് രഹസ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള യോഗ്യതയും അർഹതയുമുണ്ട്. ആ ഗുരു ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യനെയും അജ്ഞാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. രജനീകാന്തിനെ അറിയാമല്ലോ. അദ്ദേഹം വളരെ ഇഷ്ടത്തോടെ വായിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് അറിയാം? സച്ചിൻ ടെണ്ടുൽക്കറും എല്ലാവരും വളരെയധികം അത്ഭുതത്തോടുകൂടി ആ വായിച്ച അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി. എഴുതിയത് പരമഹംസ യോഗാനന്ദൻ. അതിൽ മഹാവതാർ ബാബാജി എന്നും 25 വയസ്സോടെ ജീവിക്കുന്ന യോഗി. ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, അഥവാ ഒരു ഗുരു ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഗുരുവിന് സമക്ഷം ഒരു സാധാരണ വ്യക്തി വന്നാലും ഗുരുവിന് കേവലം ഒരു വിരലിൻ്റെ സ്പർശനം കൊണ്ട് ഈ വ്യക്തിയെയും എന്ത് സംഭവിക്കാൻ സാധിക്കും? ഈ വ്യക്തിയിലെ കുണ്ടലിനി ശക്തി ഒരൊറ്റ നിമിഷം കൊണ്ട് ഉയർത്തുവാൻ സാധിക്കും. ഒന്നും വേണ്ട, ആ ഗുരുവിൻ്റെ സങ്കല്പം മാത്രം മതി. അത്രയും ശക്തി ഗുരുവിനും. ഇനി വേണ്ട, ഈ സൂര്യദേവനെ ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അതും അസാധ്യമായിട്ട് യാതൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ അസാധ്യമായിട്ട് യാതൊന്നും തന്നെയില്ല. പക്ഷേ അസാധ്യമായതിനെ നേടുവാനുള്ള, അസാധാരണമായ പരിശ്രമം ചെയ്യുവാനുള്ള അസാമാന്യമായ കഴിവുള്ളവർക്ക് മാത്രം ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും. ഞാൻ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു. എന്താണ് പുസ്തകത്തിൻ്റെ പേര്? പറയൂ. ഭക്തിയോഗം. വളരെ മനോഹരമായ പുസ്തകം. അതിൽ അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈശ്വരനെ ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രകടമാകുമെന്ന്. ഞാൻ ഈ ബുക്ക് തന്നെ ഇത്ര എടുത്തു പറയാൻ കാരണം, ഉപനിഷത്തിലേക്ക് പോയാൽ ശരിയാണ്, വായിച്ചാൽ അതിലൊരു ക്ലാരിറ്റി ഒന്നുമില്ല.
അനേകം പരിശീലനങ്ങൾ വേണം ഉപനിഷത്തിലേക്ക് പ്രവേശിക്കുക. അനേകം ജീവിത രീതികളിൽ നമ്മൾ വ്യത്യാസം വരണം. പക്ഷേ ശിവാനന്ദ സ്വാമികളുടെ പ്രത്യേകതയും ഇതാണ്. ആ വാക്കുകൾ നമ്മുടെ മനസ്സിനെ അത്രയും ആകർഷിക്കും. ശരിയാണ്. ഇനി എന്താണ് ഞാൻ പറയും, മോഹം എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഈ 9 ദിവസം ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഏതെങ്കിലും സംസ്കൃത ശബ്ദങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണമല്ലോ. എന്താണ് മോഹം എന്ന ശബ്ദത്തിന് അർത്ഥം? മലയാളത്തിൽ എന്താണ് മോഹം എന്ന ശബ്ദത്തിനർത്ഥം? മലയാളത്തിൽ മോഹം എന്ന ശബ്ദത്തിനർത്ഥം ആഗ്രഹമാണ്, ഇഷ്ടമാണ്. സംസ്കൃതത്തിൽ മോഹം എന്ന ശബ്ദത്തിനർത്ഥം മുഹ്യതി അനേന ഇത് മോഹ. ഏതെല്ലാം ചിന്തകളാണോ നമ്മളെ ദുർബലമാക്കുന്നത്, മനസ്സിന് വിഷമങ്ങൾ നൽകുന്നത്, ആ എല്ലാ ചിന്തകളും മോഹത്തിലകപ്പെട്ടു. അതാണ് മോഹത്തിനർത്ഥം. ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, കാരണം ഇത് നിങ്ങൾ കൂടി പഠിച്ചു വെക്കും, ആരെങ്കിലും നാളെ ഇങ്ങോട്ട് ചോദിച്ചാൽ അവർക്കും ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ. വെറുതെ ഈ 9 ദിവസങ്ങൾ ഈ കഥകൾ മാത്രം കേട്ടുപോയത് കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. ശരി, ഇനി ഇന്ന് ആരാണ് നമുക്ക് വേണ്ടി ഭജന ചൊല്ലിത്തരിക?